കുട്ടൻ, നിലമ്പൂർ ടൗണിലെ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്? അവിടുത്തെ വോട്ടർമാരുടെ ഒരു വരവ്, തിരക്ക്, അതുപോലെ മഴ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഒന്ന് വന്നാൽ. ശരത്ത്, ഞാനിപ്പോൾ നിലമ്പൂർ ടൗണിലെ മോഡൽ UP സ്കൂളിനകത്താണുള്ളത്. ഗവൺമെൻറ് മോഡൽ UP സ്കൂൾ. ഇവിടെ 3 ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത്. 179, 180, 181 എന്നിങ്ങനെ 3 ബൂത്തുകളാണ്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണാം 2 ബൂത്തുകൾ എൻ്റെ തൊട്ട് പിറകിലുണ്ട്. ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ക്യൂ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ടർമാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി മേഖലയിലുമൊക്കെ രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ബൂത്തുകളിൽ മാത്രമാണ് തിരക്ക് വളരെ കുറവ് അനുഭവപ്പെട്ടത്. ഇപ്പോൾ രാവിലെ സ്വരാജൊക്കെ വോട്ട് ചെയ്യുന്ന ബൂത്തിനകത്ത് വളരെ നേരത്തെ 5:30 മണിയോടുകൂടി തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നഗരത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മോഡൽ സ്കൂളിലും 2 ബൂത്തുകൾക്കകത്ത് അത്യാവശ്യം താരതമ്യേന ഭേദപ്പെട്ട ഒരു തിരക്ക് കാണുന്നുണ്ട്. ഇത് തൊട്ടടുത്ത സ്കൂളുകൾക്ക് നല്ല തിരക്കുണ്ടെന്നാണ് അവിടെയുള്ളവർ നമ്മോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചെറിയ ചാറ്റൽ മഴയുമുണ്ട്. ഏതായാലും കഴിഞ്ഞ ഈ 23 ദിവസം നീണ്ടുനിന്ന ആവേശം കലർന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു വീറും വാശിയുമൊക്കെ കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് പോളിങ്ങിലുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാവിലെ ആയതിനാൽ തന്നെ പോളിംഗ് സ്വാഭാവികമായും മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലായിടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ടൊരു തിരക്ക് കാണുന്നുണ്ട്. ശരത്ത്, ഏതായാലും ഇപ്പോൾ കുട്ടൻ നിൽക്കുന്ന ആ സ്കൂളിലെ ബൂത്തിൽ നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ കാണാനാവുന്നുണ്ട്, ആളുകൾ എത്തുന്നുണ്ട് എന്നതുകൂടിയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കുട്ടൻ, അടിപൊളി സ്കൂളാണല്ലോ. നമ്മളിപ്പോൾ കുട്ടൻ വിവരങ്ങൾ തരുന്നത് നിലമ്പൂർ ടൗണിൽ നിന്നുമാണ്. ടൗണിൽ ഇപ്പോൾ ആ ബൂത്തുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാനായി വോട്ടർമാർ എത്തുന്നുണ്ട്. അവിടെ നേരിയ തോതിലുള്ള ക്യൂ കാണാനാവുന്നുണ്ട്, ക്യൂ ഉണ്ട്. രാവിലെ പലയിടങ്ങളിലും വോട്ടിംഗ് മന്ദഗതിയിലാണ് ആരംഭിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ആ മാറ്റം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ കാണാം ആ സ്റ്റേഷനിലേക്ക്, ആ ബൂത്തിലേക്ക് സ്ത്രീകളുടെ നീണ്ട നിര കാണാം, നീണ്ട ക്യൂ നമ്മൾക്ക് കാണാം. എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി, രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഷമി പ്രഭാകർ അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടത്തെ പോളിംഗ് സ്റ്റേഷനിൽ നിന്നുമാണ് നമ്മളോട് സംസാരിച്ചത്. PV കുട്ടൻ, ഇപ്പോൾ നിലമ്പൂരിലെ രാവിലെ കുട്ടനിലേക്ക് മടങ്ങി വരാം. ഷമി പ്രഭാകർ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ പ്രദേശങ്ങൾ, ഇപ്പോൾ നിലമ്പൂർ നഗരസഭയുണ്ട്, അതുപോലെ തന്നെ എടക്കരയുണ്ട്, പോത്തുകല്ലുണ്ട്, വഴിക്കടവുണ്ട്, മൂത്തേടമുണ്ട്, അങ്ങനെ നിരവധി പഞ്ചായത്തുകളും ഈ നിലമ്പൂർ ടൗണും കൂടി, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നഗരസഭയും കൂടി ചേരുന്നതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം എന്നുള്ളത്. രാവിലെ ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ നിന്നുള്ള ആ സ്കൂളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ് വോട്ടർമാർ. അവിടെ നിന്നാണ് കുട്ടൻ നേരത്തെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിനാകെ വന്നിട്ടുള്ള വികസന രംഗത്ത് വന്നിട്ടുള്ള വലിയ മാറ്റം, കേരളത്തിൻ്റെ മാറ്റം, വളർച്ച എന്നുള്ളത് ആ മണ്ഡലത്തെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പറയാൻ കഴിയും വിധത്തിലേക്ക് അവിടെ വിഷയങ്ങൾ ഉയർന്നു വന്നു. അതിൽ വോട്ടർമാർ വലിയ തോതിൽ പങ്കാളികളായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ആ നിയോജക മണ്ഡലത്തിലെ തന്നെ മികച്ച റോഡുകൾ, മലയോര ഹൈവേ, അതുപോലെ ഏറ്റവും മികച്ച സ്കൂളുകളായി, അത്യാധുനിക സ്കൂളുകളായി മാറിയ, അതിൻ്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളുകളൊക്കെ ആ നിലയിൽ മികവിലേക്ക് മാറിയതൊക്കെ. ഉദാഹരണത്തിന് ആര്യാടൻ മുഹമ്മദ് പഠിച്ച മാനവേദൻ സ്കൂൾ പോലും ഏറ്റവും മികച്ച അത്യാധുനിക മികവുള്ള ഒരു സ്കൂളായി മാറിയത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുള്ള വലിയ ചർച്ചയായിരുന്നു എന്നത് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുപോലെ മികച്ച റോഡ് സംവിധാനം, ഇടുങ്ങിയ റോഡുകളുടെ സ്ഥലത്തൊക്കെ ഇപ്പോൾ പുതിയ റോഡുകൾ താരതമ്യേന കുറേ കൂടി വീതിയുള്ള റോഡുകളായി മാറുന്നു. അപ്പോൾ തന്നെ വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഴയ റോഡുകൾ, ഇടുങ്ങിയ റോഡുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ പുതിയ റോഡുകൾ ആസൂത്രണം ചെയ്യുന്നതൊക്കെയും കുറേ കൂടി വീതി ഉള്ള മികച്ച റോഡുകളാണ്. ഇപ്പോൾ നേരത്തെ ഷമ്മിയൊക്കെ നിന്ന് അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടത്തേക്കൊക്കെ നിലമ്പൂർ ടൗണിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ വളരെ മികച്ച റോഡിലൂടെയാണ് പോകാനാവുക. അതുപോലെ മലയോര ഹൈവേയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ യാത്രാ സംവിധാനത്തിൽ വന്ന മാറ്റത്തെ സംബന്ധിച്ച് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി വലിയ പിന്തുണയും വലിയ പ്രതീതിയും
ആകാംക്ഷയും വലിയ താല്പര്യവും വോട്ടർമാരുടെ മനസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. സ്കൂളുകളുടെ മാറ്റം, ആശുപത്രികളുടെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ മികവിലേക്ക് പോയ സാഹചര്യങ്ങളൊക്കെ വലിയ ചർച്ച. പക്ഷേ അപ്പോഴും ഉയർന്നൊരു പ്രധാനപ്പെട്ട കാര്യം, 4 ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യവസായ സംരംഭവും ആ നിയോജക മണ്ഡലത്തിലില്ല എന്നുള്ളത്. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്നയാളാണ്, കോൺഗ്രസിലെ സമുന്നതനായ നേതാവാണ്. ഏതാണ്ട് 35 വർഷക്കാലത്തിലധികം അദ്ദേഹം പ്രതിദാനം ചെയ്ത ഒരു മണ്ഡലം ആ നിലയിൽ ഒരു മികവിലേക്കും സാധ്യതകളിലേക്കും പോയിട്ടില്ല എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരു 9 വർഷത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ കൂടുതൽ മികവാർന്നൊരു നിയോജക മണ്ഡലമായി നിലമ്പൂരിനെ മാറ്റാം, കേരളത്തിൻ്റെ പൊതുവികസനത്തിനോടൊപ്പം എങ്ങനെ കൂടുതലായി സഞ്ചരിക്കാം എന്നത്, പ്രത്യേകിച്ച് അതൊരു ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതു ഭാഗത്തും വലിയ ചർച്ചയാകുന്നത് തന്നെയാണ്. അത് നിലമ്പൂരിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിനാധാരമായ ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ നിലമ്പൂർ ടൗണിൽ ആ സ്കൂളിൽ ഇപ്പോഴും പി വി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് ചെയ്തു. നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ വോട്ട് ചെയ്തു. മഴയുടെ സാഹചര്യം പലയിടങ്ങളിലും മാറുന്നു, വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ കുട്ടൻ നിൽക്കുന്ന ആ ബൂത്തിലാണെങ്കിൽ പോലും സ്ത്രീകളുടെ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്, ആളുകൾ കാര്യമായി എത്തുന്നുണ്ട്. ഞാനിപ്പോൾ സ്ക്രീനിൽ സ്വാലിഹിനെ കാണുന്നുണ്ട്, അതുപോലെ അമരമ്പലത്ത് നിന്ന് ഷമ്മിയെ കാണുന്നുണ്ട്. സ്വാലിഹ് എവിടെയാണെന്ന് എനിക്ക് ഏത് പഞ്ചായത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല. സ്വാലിഹിലേക്ക് ഞാൻ വരികയും ചെയ്യാം. കുട്ടൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ നിലമ്പൂർ ടൗണിനെ കുറിച്ച് പിന്നിട്ട് 2.5 മണിക്കൂർ. ശരത്, ഇപ്പോൾ നേരത്തെ ഉണ്ടായ ചാറ്റൽ മഴ മാറി ഇപ്പോൾ നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട്. പക്ഷേ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ആൾക്കാർ ഇരുചക്ര വാഹനങ്ങളിലും ഓട്ടോറിക്ഷകളിലും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കൂടുതലായി വനിതകൾക്ക്, സ്ത്രീകളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൊടയൊക്കെ ചൂടിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രചാരണത്തിൻ്റെ ആവേശം വോട്ടർമാരെയും നന്നായി സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. കാരണം മുന്നണികളൊക്കെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും താഴെത്തട്ടിൽ നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ 75% മുകളിലായിരുന്നു 2021 പോളിംഗ് ശതമാനം. ഇത്തവണയും അതിനോട് മുട്ടുമലങ്ങാതെ കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, നിലമ്പൂരിൽ കഴിഞ്ഞ ഈ 23 ദിവസമായി കേരളത്തിൻ്റെ മുഴുവൻ കണ്ണും കാതും നിലമ്പൂരിലേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ ആവേശം ജനങ്ങളുണ്ടാകും. കൊട്ടിക്കലാശത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. പല തരത്തിലുള്ള വലിയ ആവേശമുണ്ടായിരുന്നു. LDF സംബന്ധിച്ചാണെങ്കിൽ സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ ഒരു വ്യക്തിത്വം, അതോടൊപ്പം തന്നെ LDF സർക്കാർ, നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലമ്പൂരിൻ്റെ ഒരു മാറിയ മുഖം എന്നുള്ളത് LDF അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. ഇവിടെ ഈ 9 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 2000 കോടിയുടെ അടുത്ത് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയെന്നുള്ളതാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കണക്കാണിത്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആശുപത്രികളായാലും അതോടൊപ്പം തന്നെ റോഡുകളായാലും പാലങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും മറ്റ് മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇവിടെ ദുരന്തം നടന്ന ഘട്ടത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒക്കെ ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും. എം സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഇമേജൊക്കെ, ഈ നാട്ടുകാരെന്നുള്ള ജനകീയ ബന്ധം, ഇവിടെ ചെറുപ്പക്കാർക്കിടയിലുള്ള സ്വാധീനം, മികച്ച വാഗ്മി, മികച്ച സംഘാടകൻ, മികച്ച പാർലമെൻറ്റേറിയൻ, അതൊക്കെ LDF അനുകൂലമായി വരുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് LDF നേതാക്കൾക്കുള്ളത്. അത് വോട്ടായി മാറും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എല്ലാ വോട്ടർമാരെയും ഇവിടെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ LDF ഭാഗത്ത് നടക്കുന്നുണ്ട്. UDF സംബന്ധിച്ച് നമുക്കറിയാം, UDF നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ UDF സംസ്ഥാന നേതാക്കളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ വലിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ട്. അതൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല.